കറന്റ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പലർക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് സ്റ്റഡി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നിങ്ങൾ ഒരുമിച്ച് പഠിച്ച് വളർന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറിയത് എന്ന് കാണുന്നുണ്ട്. വളരെ കുറച്ച് പേർക്ക് അങ്ങനെയുള്ള എനർജി കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, നിങ്ങളുടെ സ്നേഹബന്ധം വളരെ ശക്തവും തീവ്രവുമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എതിർപ്പുകൾ ഈ റിലേഷൻഷിപ്പിലുണ്ട് എങ്കിൽ പോലും നിങ്ങൾ രണ്ട് പേരുടെയും മനസ്സ് വളരെയധികം ഡീപ്പ് ആൻഡ് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രണയബന്ധം അത്രയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ഒരുപാട് പുതുമയാർന്ന കാര്യങ്ങൾ പലതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങൾ, എന്താണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു തിരിച്ചറിവ്, പല കാര്യങ്ങൾക്കുമുള്ള തിരിച്ചറിവുകൾ, ഒരുപാട് പാഠങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. മേ ബി അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ലെസൺസ് ആയിരിക്കാം. ഓക്കെ, ഈ വ്യക്തി വളരെയധികം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്ത് കാര്യം വളരെ പോസിറ്റീവായിട്ടായിരുന്നാലും നെഗറ്റീവായിട്ടായിരുന്നാലും, അല്ലെങ്കിൽ അവരുടെ സന്തോഷവും സങ്കടവും ഒക്കെ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്ന അത്രമേൽ ആഴമേറിയ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇതെന്ന് കാണുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയോ തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ളത് കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ പോലും അവര് ശക്തമായിട്ട് അവരുടെ ആ തടസ്സങ്ങളെ എതിർത്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ തീവ്രമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇതിൽ കാണുന്നുണ്ട്. മേ ബി സാഹചര്യങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ ആയിട്ടുള്ള എതിർപ്പുകളായിട്ടാണ് കാണുന്നത്. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ആ വ്യക്തിയുടെ ആ പ്രണയത്തിന്റെ തീവ്രത നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിരുന്നതിനേക്കാളും ഏറെയാണ് എന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങളും അതുപോലെ തന്നെയുള്ള ഫീലിങ്സിലാണ്, അല്ലെങ്കിൽ അവരോടും നിങ്ങൾ അത്രയധികം നിങ്ങൾക്ക് എന്തുമാത്രം ഫീലിങ്സ് ആണ് ആ വ്യക്തിയോടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ തുറന്ന് പറയാത്തൊരു വ്യക്തിയാണ്. ഓക്കെ, അത്രമേൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ രണ്ടുപേരും ആ ഒരു സ്നേഹം കീപ്പ് ചെയ്യുന്ന വ്യക്തികളാണെന്ന് കാണുന്നുണ്ട്. അത്രമേൽ പവിത്രമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് നിങ്ങൾ രണ്ടുപേരും എന്ന് കാണുന്നുണ്ട്. നിങ്ങളെ മറ്റു വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ മറ്റു വ്യക്തികൾ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി അവരുടെ കരിയറിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രഗിൾസ് ആയിരിക്കാം. ആ വ്യക്തിക്ക് ഒരു തീരുമാനം പോലും എടുക്കാൻ കഴിയുന്നില്ല. വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ലൈഫിന്റെ നിയന്ത്രണം പോലും ആ വ്യക്തിയുടെ കൈകളിൽ അല്ലാത്തതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇല്യൂഷൻ പോലും ഉണ്ടാവുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്, എവിടെയാണ് ആ വ്യക്തിക്ക് തെറ്റ് പറ്റിപ്പോയത് എന്നെല്ലാമുള്ള ചിന്തകൾ കൊണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം കൂടിയാണെന്ന് കാണുന്നുണ്ട്. പക്ഷെ വളരെ ക്ഷമയോടുകൂടി തന്നെ ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലൈഫിലേക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പോസിറ്റിവിറ്റി അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് വളരെ ശാന്തമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം അവർ നേടിയെടുക്കും. അവർ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളും ഈ ഒരു സമയത്ത് ഈ വ്യക്തിയെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ, ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. മേ ബി മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, എങ്കിലും ഈ വ്യക്തിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടെങ്കിലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഇത് സമൂഹത്തിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം.
അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വളരെ കുറച്ച് മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടെങ്കിലും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുമുണ്ട്. ഓക്കെ. എന്ത് തന്നെയായിരുന്നാലും ഇത് റിലേഷൻഷിപ്പ് നല്ലൊരു ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഉള്ള ഈ തടസ്സങ്ങളെല്ലാം റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. ഈ വ്യക്തിക്ക് ഇപ്പോൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട്. പക്ഷേ അവർ ഫ്യൂച്ചറിൽ ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം ഓവർകം ചെയ്യുന്നതായിരിക്കും. അവർക്ക് ഇപ്പോൾ വളരെയധികം മാനസിക സമ്മർദ്ദം ഉള്ളത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ തന്നെ അവരെ ഒരുപാട് സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നുണ്ട്. ഓക്കെ. നിങ്ങളൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം അവർ വളരെയധികം ഹാപ്പി ആയിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യമാണ് എങ്കിൽ പോലും അതെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ആ വ്യക്തിക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ. ഡെഫിനറ്റ്ലി അവര് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ദിവസമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അവര് ഒറ്റയ്ക്ക് കഴിയുന്ന ഓരോ നിമിഷവും നിങ്ങളോട് ഒരുമിച്ചുണ്ടാകുന്ന നിമിഷത്തെ പറ്റി അവര് സ്വപ്നം കാണുന്നുണ്ട്. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ അവര് ഒരു ദിവസവും മുന്നോട്ട് നീക്കി വെക്കാനായിട്ട് ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അവരുടെ ലൈഫിലുള്ള ആ ഒരു കളർഫുൾ മൊമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന ദിവസങ്ങളാണ് എന്ന് അവർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി ഇൻ ഫ്യൂച്ചർ എല്ലാ ട്രസ്റ്റ് ഇഷ്യൂസും നിങ്ങൾക്കിടയിലുള്ള എല്ലാ ട്രസ്റ്റ് ഇഷ്യൂസും മാറുന്നതായിരിക്കും. അവർ വളരെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു ഫ്രീ ബേർഡ് ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് പറന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് യെസ്, അവർ എന്ത് തന്നെയായിരുന്നാലും ഈ റിലേഷൻഷിപ്പിൽ ഏത് തരം ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടായിരുന്നാലും ഡെഫിനറ്റ്ലി അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും. യെസ്, ദേ വിൽ ഫൈറ്റ് ഫോർ യു. ഓക്കെ. എന്ത് തന്നെ സാഹചര്യങ്ങള്, എന്ത് തന്നെ നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ എന്ത് തന്നെ കരിയർ പ്രോബ്ലംസ്, ഏത് തരം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരുന്നാലും തീർച്ചയായിട്ടും അവര് ആ ഒരു കാര്യത്തില് എതിരായിട്ട് അവർ ഫൈറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ എത്തും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം അവർക്ക് നിങ്ങളോട് ഉള്ള ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര ആഴത്തിൽ അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഒന്നും താങ്ങാനുള്ള ഒരു കണ്ടീഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ എത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ.